Welcome to ROSHNI'sfoodnlife. എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും? അപ്പോൾ ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സാൻഡ്വിച്ച് സീരീസിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടൊരു സാൻഡ്വിച്ച് ആണ് കേട്ടോ. മറ്റൊന്നുമല്ല, ക്രീം ചീസ് സാൻഡ്വിച്ച് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കുക്കുംബറൊക്കെ ചേർത്തിട്ടുള്ള ഒരു കിടിലൻ സാൻഡ്വിച്ച് ആണ്. അത് മാത്രമല്ല നല്ല റിഫ്രഷിംഗ് ആയിട്ടൊരു സാൻഡ്വിച്ച് ആണ്. അപ്പോൾ ഒട്ടും സമയങ്ങളായി നോക്കാം എങ്ങനെയാണ് നല്ല ക്രീം ചീസ് സാൻഡ്വിച്ച് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന്. അപ്പം നമ്മൾ ക്രീം ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി നമുക്ക് ക്രീം ചീസ് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം പാനിലേക്ക് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാലാണ്. അപ്പം ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. നമുക്ക് പാല് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നന്നായിട്ട് തിളക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പാലിൽ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. അത് മാത്രമല്ല നല്ല കൊഴുപ്പുള്ള പാലും ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്കറ്റ് പാലിലൊക്കെ അധികം കൊഴുപ്പ് കാണാൻ സാധ്യതയില്ല. അപ്പോൾ അതനുസരിച്ചുള്ള പാല് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ക്രീം ചീസൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പം നീ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം പാല് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്ന വിനെഗറാണ്. അപ്പം വിനെഗർ 1 ടേബിൾ സ്പൂൺ വിനെഗർ ആദ്യം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പാല് പിരിഞ്ഞ് വന്നില്ല എങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം എന്തായാലും നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ പോരായിരുന്നു. അപ്പം ദേ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. 1/2 ലിറ്റർ പാലിന് 2 ടേബിൾ സ്പൂൺ എനിക്ക് കറക്റ്റ് ആയിരുന്നു. നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ അരിച്ചെടുക്കാനായിട്ട് ഞാനൊരു അരിപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരിപ്പയെല്ലാം നിങ്ങൾക്ക് അതിന് പകരം ഒരു തുണി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിനെ പിരിച്ച് വെച്ചിട്ടില്ലേ, അത് നന്നായിട്ട് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ അരിപ്പയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മാത്രമല്ല നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അതിലെ വെള്ളമെല്ലാം നമുക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ അരിച്ചെടുത്ത ചീസ് ഉണ്ടല്ലോ നമ്മൾ മിക്സിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പം അരിച്ചെടുക്കുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ വെള്ളം ചേർക്കണം. അപ്പം നേരത്തെ നമ്മൾ അരിച്ചു മാറ്റിയ വെള്ളമില്ലേ, അതിൽ നിന്ന് തന്നെ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവേ. അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അരിച്ചു മാറ്റിയ വെള്ളത്തിൽ നിന്ന് തന്നെ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രിഡ്ജിലൊന്ന് വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ 1 മണിക്കൂർ വെക്കുക. അതല്ല നിങ്ങൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 10-15 മിനിറ്റ് വെച്ചാൽ മതിയാകും. വേഗം തന്നെ സെറ്റായിട്ട് കിട്ടും. അതിനുശേഷം ഒന്നുകൂടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഫ്രീസറിലാണ് വെക്കാൻ പോകുന്നത്. ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതേ നമ്മളൊരു 15 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്നുകൂടി ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീം ചീസ് ഒരു റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മിക്സിങ് തുടങ്ങാം. സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം നമ്മൾ മിക്സ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് നമ്മുടെ വെള്ളരിയാണ് കേട്ടോ. പൊട്ട് വെള്ളരിയാണ്. അപ്പോൾ സാധാരണ വെള്ളരിയിൽ നമ്മുടെ പൊട്ട് വെള്ളരി ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിനുശേഷം അതിലെ വെള്ളം മുഴുവൻ നമ്മൾ പിഴിഞ്ഞ് കളയണം. അങ്ങനെ എടുത്ത വെള്ളരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കക്കരിക്ക എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ പൊട്ട് വെള്ളരി ചെറിയ ഒരെണ്ണം ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ ആഡ് ചെയ്യാം നമുക്ക്. അടുത്ത ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ ക്യാരറ്റ് ആണ്. ചെറിയൊരു ക്യാരറ്റ് ആണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതല്ലാരും ടൊമാറ്റോ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ സ്ലൈസ് ആക്കി ചേർക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് ക്യാപ്സിക്കം വേണമെങ്കിൽ ക്യാപ്സിക്കം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇവിടെ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്രീം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ക്രീം ചീസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് ഒരുപാട് ചേർക്കുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അല്പം ചേർക്കുന്നതായിരിക്കും ഇഷ്ടം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും 2-3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ക്രീം ചീസിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ക്രീം ചീസ് ബാക്കി വന്നു കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ കേക്കിന് വല്ല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം മിക്സിങ്ങിൻ്റെ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം ഞാൻ എന്തായാലും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പോട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അസംബിൾ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഇനി ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്കൊരു ബ്രെഡ് സ്ലൈസ് വെക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തവണ ബട്ടർ അപ്ലൈ ചെയ്യുന്നില്ല. അതിന് പകരം ഡയറക്റ്റ് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുവാണേ. ഇതിന്
ഇതിന് മുകളിലായിട്ട് നമുക്ക് അല്പം കുരുമുളക് പൊടി വിതറി കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമുക്ക് അടുത്ത സ്ലൈസോടെ വെച്ചിട്ട് നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്പൊ ഞാൻ സൈഡിലോട്ട് അധികം ഫില്ലിങ് വെച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് കട്ട് ചെയ്തെടുക്കാൻ പോകാനോട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ നമുക്കിനി സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണിത്. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, ക്രീമി ആയിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്രീം ചീസ് സാൻഡ്വിച്ച്? കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് അല്ലേ? അപ്പോൾ അങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകണ്ട കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഒന്നും മിസ്സാവാതെ കാണാനും പറ്റുമേ. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. രുചിയുടെ വർണ്ണങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയ്ക്കട്ടെ. സ്നേഹത്തോടെ റോഷ്നീസ് ഫുഡ് ആൻഡ് ലൈഫ്.